ദൈവത്തിൻ്റെ മഹത്വമാർന്ന നാമത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവ കൃപയിൽ ആശ്രയിച്ച് ഇന്നും തിരുവചന പഠനത്തിനായിട്ട് നമുക്ക് കൂടി വരുവാൻ ഇടയായി. എനിക്കും തക്ക സമയത്ത് കടന്നു വരുവാൻ ഇടയായി. എല്ലാ നന്മകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും ഭാവികാല ശാസ്ത്രത്തിൻ്റെ 5 അധ്യായങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ആകെ 22 അധ്യായങ്ങളാണ് ഉള്ളത്. ഇന്ന് 12 തീരണം എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലത് ചെറുതാണ്. എന്നാൽ അവസാന ക്ലാസ്സുകൾ 5 അധ്യായങ്ങളാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വളരെ അറിയേണ്ട വിഷയങ്ങൾ അനേകമുള്ളത് കൊണ്ട് അത് കുറച്ച് സാവധാനം എടുത്തു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ബൈബിൾ സ്കൂളിലെ 2ാം ദിവസവും ദൈവം സഹായിക്കുന്നു. ഞാൻ വലിയ പ്രാസംഗികനോ അങ്ങനെ വലിയൊരു ടീച്ചറൊന്നും അല്ല. സാധാരണ നിങ്ങളെപ്പോലെയുള്ളൊരു വിശ്വാസിയാണ്. നിങ്ങളും തിരുവചനം പഠിക്കുന്നവരാണ്. എന്നെക്കാളും കൂടുതൽ പ്രാഗൽഭ്യം പലർക്കും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം 16ാമത്തെ പുസ്തകമാണ്. ഇത് പ്രിൻറ്റിംഗ് കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പോഴതെല്ലാം വെബ്സൈറ്റിലേക്ക് ലോഡ് ചെയ്യുകയാണ്. ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. ഭാവികാല ശാസ്ത്രത്തിലെ 6ാമത്തെ അധ്യായം ഭാവികാല ന്യായവിധികൾ, ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റ്സ്. ഭാവികാല ന്യായവിധികൾ. ലോകത്തിലുള്ള സകലരും ഒരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധിയെ നേരിടേണ്ടതുണ്ട്. വിശ്വാസികളായാലും അവിശ്വാസികളായാലും ദൈവസന്നിധിയിൽ ന്യായവിധിക്കായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ആധാരമായിട്ടുള്ള വാക്യം എബ്രായ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതൊരു നിയമമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം ദൈവം നൽകിയ നിയമമാണ്. ദൈവം ഒരു നിയമനം തന്നിരിക്കുക. ഭാവികാല ന്യായവിധികളെല്ലാം തന്നെയും യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ്, സഭയുടെ ഉത്പ്രാവണം മുതലായ കാര്യങ്ങളോടനുബന്ധിച്ചാണ് നടക്കുന്നത്. തിരുവചനത്തിലെ വിവിധ ഭാവികാല ന്യായവിധിയെ കുറിച്ച് പ്രധാനമായിട്ടും 5 ഭാവികാല ന്യായവിധികളെ കൂടുതൽ കാണുമായിരിക്കും. നേരിട്ട് വാക്യങ്ങളുള്ള 5 ന്യായവിധികളെയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഒന്ന് ഇസ്രായേലിൻ്റെ ന്യായവിധി, ദ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ. യാക്കോബിന്റെ കഷ്ടകാലമെന്നാണ് ഈ ന്യായവിധിയെ പറയുന്നത്. യാക്കോബ്, ദൈവത്തിന്റെ പ്രഭുവായ ഇസ്രായേൽ, അവരുടെ ന്യായവിധി. ദൈവത്തെ അനുസരിക്കാതെ മശിഹ വന്നിട്ട് യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുകയും ചെയ്ത സകല യഹൂദന്മാർക്കുമുള്ള ന്യായവിധിയാണ് ഇത്. ഇസ്രായേലിന്റെ ന്യായവിധി. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യമാണ് അതിന്റെ ആധാരം. ദാനിയേൽ 12:1. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അതാണ് ഈ കഷ്ടകാലം, യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്ന. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവരും തന്നെ രക്ഷ പ്രാപിക്കും. അവിടെ ഒരു ന്യായവിധി ഉണ്ടാകും. കുത്തിയവങ്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സമയമുണ്ടായിരിക്കും. അവിടെ ഒരു 2ാമത്തെ ന്യായവിധി, ജാതികളുടെ ന്യായവിധി, ജഡ്ജ്മെന്റ് ഓഫ് ലിവിംഗ് നേഷൻസ്. യോവേൽ പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളില് ആ ന്യായവിധിയെ കുറിച്ച് പറയുന്നു. യോവേൽ പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹൂദായുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെലുവാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വിവരിക്കുകയും ചെയ്യും.
അവിടെ പ്രധാനമായിട്ടും അത് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും. അവിടെ വെച്ച് ഒരു മുഖാമുഖം നേരിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അവിടെ ഒരു ന്യായവിധിയുണ്ട്. അത് ജാതികളുടെ ന്യായവിധി. യഹോശാഫാത്ത് താഴ്വരയിൽ, ഈ താഴ്വരയിൽ കുറിച്ച് തുറന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗം എടുക്കുമ്പോൾ ഞാനത് പറയുന്നതാണ്. മൂന്നാമത്തെ ന്യായവിധി വീഴ്ച സംഭവിച്ച ദൂതന്മാരുടെ ന്യായവിധിയാണ്. ജഡ്ജ്മെന്റ് ഓഫ് ഫാളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാരുടെ ന്യായവിധി. യൂദ 6 വരെ വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ലേഖനം യൂദ 6-ാം വാക്യത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതായത് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൈവത്തിനെ സേവിക്കുവാൻ, ദൈവമക്കളെ സേവിക്കുവാൻ ദൈവം ആക്കി വെച്ച ദൂതന്മാരിൽ ഒരു കൂട്ടം പാപം ചെയ്യുവാനിടയായി. അതാണ് അവർ പാപം ചെയ്തപ്പോൾ അവർ സ്വന്തം വാസസ്ഥലം വിട്ട് വീഴ്ച സംഭവിച്ച ദൂതന്മാരെ അവരെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം, 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം, 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിൽ നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അഗാധമായ കുഴിയില്, ബോട്ടംലെസ് പിറ്റ്, അഗാധമായ കൂപത്തിൽ അവര് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് അവരെ ന്യായം വിധിക്കും. ഇനി 4-ാമത്തെ ന്യായവിധി വന്നത് വിശ്വാസികളുടെ ന്യായവിധിയാണ്. ദ ജഡ്ജ്മെന്റ് ഓഫ് ബിലീവേഴ്സ്, വിശ്വാസികളുടെ ന്യായവിധി. വിശ്വാസികളെ ന്യായവിധിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിന്റെ ന്യായാസനത്തിലാണ് വിശ്വാസികളുടെ ന്യായവിധി. ഈ ന്യായവിധി എന്തിനാണ്? ശിക്ഷിക്കുവാനല്ല. അല്ല, ശിക്ഷിക്കുവാനല്ല. നമ്മളെ അവിടെ ശുദ്ധമായിട്ട് തന്നെ കുഞ്ഞാടിന്റെ കല്യാണത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട്. കറാക്കളങ്കം ചുളുക്കമൊക്കെ ഇവിടെ വെച്ച് പോയാലും വീണ്ടും ചിലതൊക്കെ ദേഹത്ത് പറ്റിപ്പിടിച്ചത് ഏറ്റുപറയാത്തതൊക്കെ കണ്ടേക്കാം. എന്നാൽ അവിടെ വെച്ച് ആ പാപങ്ങൾ തെളിഞ്ഞ് അവിടെ ബോർഡിൽ വരുമ്പോൾ ഞാൻ ലജ്ജിതനാകും. ആ സമയത്ത് കർത്താവ് കണ്ണിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നവര് അവിടെ വെച്ചൊരു ശുദ്ധീകരണം ഉണ്ടെന്നാണ് മനസ്സിലാക്കാവുന്നത്. വിശ്വാസികളുടെ ന്യായവിധി, വിശ്വാസികളുടെ പ്രവർത്തികളെ ശോധന ചെയ്യുന്ന അതിനാധാരമായിട്ടുള്ള വാക്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. വിശ്വാസികളുടെ ന്യായവിധിയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു. എന്തിനാണ്? ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാകും അവിടെ ശോധന ചെയ്യും. നല്ലതാണെങ്കിൽ ആദരവ്, നല്ലദാസനെ എന്ന് പറഞ്ഞ് ആദരിക്കും. മോശമാണെങ്കിൽ അവിടെ നിന്ന് തെറ്റായി പോയി എന്ന് പറയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന, ലജ്ജിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അവിടെ ശിക്ഷയേ ഇല്ല എന്ന് തിരുവചനത്തിൽ പറയുന്നു. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് തിരുവചനം വളരെ വ്യക്തതയോടെ പറയുന്നു. ഇനി 5-ാമത്തെ ന്യായവിധി ഈ ഭൂലോകത്തിലുള്ള അവിശ്വാസികളുടെ ന്യായവിധിയാണ് നടക്കുന്നത്. ഇത് അവിശ്വാസികള് കർത്താവിനെ അറിഞ്ഞിട്ടും അറിയാതെയും കർത്താവിൽ വിശ്വസിക്കാതെയും രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്ന സകല ആൾക്കാരും ദൈവസന്നിധിയിൽ നിൽക്കും. അവർ നിൽക്കുന്ന സിംഹാസനത്തിന്റെ പേര് വെള്ള സിംഹാസനം. അതിന്റെ മുമ്പേ ഒരു വാക്കുണ്ട്, വലിയൊരു വെള്ള സിംഹാസനം, വലിയൊരു ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, വലിയ
വലിയൊരെന്ന് പറഞ്ഞാൽ ആദാമിന്റെ കാലം മുതലുള്ളവരെല്ലാം അവിടെ വന്ന് നിൽക്കേണ്ട വെള്ള സിംഹാസനം വിശുദ്ധിയുടെ സിംഹാസനമാണ്. അവിടെ ദൈവം ആ കർത്താവ് അവിടെ ഇരിക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും അവിടെ നിൽക്കേണ്ടി വരും. അതിന് വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് വെള്ള സിംഹാസനത്തിന് ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12 മുതൽ 15 വരെ. മരിച്ചവർ ആഭാരവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവർ ആരാണ്? ഈ മരിച്ചവർ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിക്കും. ഞാൻ മരിച്ചവനല്ല, ഞാൻ ജീവിക്കുന്നവനാണ്. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് മരിച്ചവർ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കാത്ത സകലരും. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്ക് കൂടെ ഉണ്ട്, ഭൂവാസികൾ. ഭൂവാസികൾ എന്ന് ആവർത്തിച്ച് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരാണ്. ഭൂവാസികള്, മരിച്ചവര് എല്ലാം വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകം ഒന്നല്ല, ഒരുപാട് പുസ്തകമുണ്ട്. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും. ജീവന്റെ പുസ്തകമുണ്ട്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് കൊടുക്കുന്ന ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ കൊടുത്ത് വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലിട്ട് തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. വെളിപ്പാടില് രക്ഷിക്കപ്പെടാത്തവരുടെ ന്യായവിധിയെ കുറിച്ച് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ്. ഞാനൊന്ന് ഓടിച്ചു വായിക്കാം. മരിച്ചവർ ആബാലവൃദ്ധം. മരിച്ചവർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ. ആ വയസ്സൊന്നുമില്ല, ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. അനേക പുസ്തകങ്ങളുണ്ട്. സ്മരണ പുസ്തകമുണ്ട്, ജീവന്റെ പുസ്തകമുണ്ട്, ഒരുപാട് തുറന്ന പുസ്തകമുണ്ട്, കണ്ണുനീരിന്റെ പുസ്തകമുണ്ട്. ഞാൻ കർത്താവിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ അധ്വാനിച്ചതും എന്റെ കണ്ണുനീര് വീണതുമൊക്കെ തുരുത്തിയിൽ എഴുതി വെച്ച ഒരു പുസ്തകമുണ്ട്. അനേക പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ പേരാണ് അവിടെ എഴുതുന്നത്. അവിടെ മരിച്ചവർക്ക് അവരുടെ പ്രവർത്തിക്കടുത്ത ന്യായവിധി ഉണ്ടായി. ചെറിയ പാപം ചെയ്യുന്നവരും കൊലപാതകം ചെയ്യുന്നവരും ഒരേപോലെയല്ല ശിക്ഷിക്കുന്നത്. സർവശക്തനായ ദൈവം അതിൻ്റെ ആ ശിക്ഷയുടെ നമുക്കത് മനസ്സിലാക്കുവാൻ നമ്മുടെ ബുദ്ധിക്ക് അറിയത്തില്ല. നരകത്തിയിലെ ഗന്ധകം കത്തുന്ന തീയിലേക്ക് തള്ളിയിടുമെങ്കിലും അവിടെയും പാപത്തിന്റെ ഏറ്റക്കുറച്ചിലായ അവിടെ പാപത്തിന്റെ അനുസരിച്ചായിരിക്കും അവിടെ ശിക്ഷ ലഭിക്കുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത യേശുക്രിസ്തുവിനെ മാത്രം അറിഞ്ഞിട്ടില്ല എന്നുള്ളവരും കൊലപാതകം ചെയ്യുന്നയാളെ ഒരേപോലെ ശിക്ഷിക്കുന്ന നീതിയാണോ? നീതിമാനായ ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. പാപികൾക്ക് അവിടെ പറയുന്നത് മരിച്ചവർക്ക് അവരുടെ പ്രവർത്തിക്കടുത്ത ന്യായവിധിയുണ്ടായി. ഇനി പറയുന്ന സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു. കപ്പലിലൂടെ പോകുമ്പോൾ അവിടെ വെച്ച് മരിച്ചത്, ആകാശത്തൂടെ പോകുമ്പോൾ തീയാൽ അവിടെ ആയി ഭസ്മമായിട്ട് സമുദ്രത്തിൽ വീണ സമുദ്രമെല്ലാം ഈ ശരീരം അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മരിച്ചവരെ മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ, മരണവും പാതാളവും. മരണം അവിടെ പിശാചിനോടുള്ള ബന്ധത്തിലാണ്. പാതാളം ഈ രക്ഷിക്കപ്പെടാത്തവരെ, ആ മരിച്ചവരെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് പാതാളം. മരണവും പാതാളവും രണ്ട്. ഒരാള് ഇതിനെ കൊല്ലുന്നു, ഒരാൾ കളക്ട് ചെയ്യുന്നു. അതാണ് മരണം. മരണത്താൽ അവിടെ വേർപാട് സംഭവിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കാത്തവരോട് മരണം, അവരെ പാതാളം ശേഖരിച്ചു വയ്ക്കുന്നു. മരണത്തെയും പാതാളത്തെയും ആളത്വം നൽകി കൊടുത്തിരിക്കുന്നു. തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും കൂടെ ആ തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എൻ്റെ സബ്ജക്റ്റില് 6-ാമത്തെ അധ്യായം കഴിഞ്ഞു. 7-ാമത്തതിലേക്ക് കിടക്കുകയാണ്.
ക്രിസ്തുവിൻ്റെ ന്യായാസനം. അതിൽ ഒരുപാട് വസ്തുതകൾ രേഖപ്പെടുത്തി പഠിക്കാവുന്നതാണ്. വളരെ വേഗത്തിൽ ആ ഭാഗം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനം, അതില് രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും ഈ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർ നിൽക്കേണ്ട ന്യായാസനത്തിന്റെ പേര് വെള്ളസിംഹാസനം. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ട ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ടവരാരും വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ എത്രയൊക്കെ ദൈവത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചാലും ഞാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കും. അവിടെ ശോധന ചെയ്യും, എന്റെ പ്രവർത്തികൾ ശോധന ചെയ്യും. ഞാൻ എന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തതുമൊക്കെ അവിടെ വെളിപ്പെടും. കർത്താവിന്റെ മഹത്വം കൊടുക്കാതെ ഞാൻ തന്നെ ചെയ്ത കാര്യങ്ങളും എല്ലാം അവിടെ വിചിന്തനം ചെയ്യുന്ന ഒരു വേള വരുന്നു. രക്ഷിക്കപ്പെടാത്തവർ വെള്ള സിംഹാസനത്തില്, രണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരേ ഒരാളാണ് തൃത്വത്തിൽ രണ്ടാമനായ കർത്താവായ യേശു ക്രിസ്തു, ദൈവപുത്രൻ, മനുഷ്യന് ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ശാപകരമായ മരണം ഏറ്റുവാങ്ങിയ കർത്താവ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത് ആ ശാപമരണം എനിക്കായി അനുഭവിച്ച കർത്താവായിരിക്കും ആ സിംഹാസനത്തിലിരിക്കുന്ന. ന്യായാസനം എന്ന് പറയുന്നത് പ്രതിഫലം നൽകുന്ന സ്ഥാനമാണ്. വെള്ളസിംഹാസനം പ്രതിഫലമല്ല കൊടുക്കുന്നത്, പ്രതിഫലമാണ്. എന്നാൽ അവിടെ ശിക്ഷയാണ് കൊടുക്കുന്നത്. രണ്ടും, ഒന്ന് ന്യായാസനം, പ്രതിഫലം നൽകുന്ന സിംഹാസനം. വെള്ളസിംഹാസനം ശിക്ഷ നൽകുന്ന സിംഹാസനം. ന്യായാസനം എന്ന് പറഞ്ഞാൽ ന്യായം വിധിക്കുന്ന സ്ഥലം. ന്യായാസനത്തില് വിധിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ് ന്യായാസനത്തില് ക്രിസ്തുവിന്റെ വെള്ളസിംഹാസനം. നമുക്ക് വെളിപ്പാട് പുസ്തകം എടുക്കുമ്പോൾ ഞാനത് എടുക്കുന്നതാണ്. ഇപ്പോൾ ന്യായാസനത്തോടുള്ള രക്ഷിക്കപ്പെട്ട നാം എങ്ങനെയായിരിക്കണം ഈ ഭൂമിയിൽ നമ്മുടെ പ്രവാസകാലം കഴിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഈ ന്യായാസന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ന്യായം വിധിക്കുന്ന എന്തിനാണ്? ഒന്നാമത് ന്യായം വിധിക്കുന്നത് ശിക്ഷിക്കുവാൻ. രണ്ടാമത് ന്യായം ഇത് അവിടെ വിധിക്കുന്നത് ആദരിക്കുവാനും പ്രശംസിക്കുവാനാണ്. കിരീടങ്ങളൊക്കെ നൽകുവാൻ, ആദരിക്കുവാൻ, പ്രശംസിക്കുവാൻ. മൂന്നാമത് വിജയികളെ തിരഞ്ഞെടുത്ത് സമ്മാനം അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കാൻ. ന്യായാസനം എന്ന് പൊതുവെ നാം ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾക്കാണുള്ളത്. ഒന്ന്, ന്യായം വിധിച്ച് ശിക്ഷിക്കുവാൻ, ജഡ്ജ്മെന്റ് കോടതിയിൽ ന്യായം വിധിച്ച് ശിക്ഷിക്കുവാൻ. 2, അവിടെ ആദരവൊന്നുമില്ല. രണ്ടാമത് അവിടെ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആദരിക്കുവാനോ പ്രശംസിക്കുവാനോ. മൂന്നാമത് വിജയികളെ തിരഞ്ഞെടുത്ത പ്രതിഫലം നൽകുവാൻ, അവിടെ കിരീടങ്ങൾ നൽകുന്ന വരുത്. വിശ്വാസികൾ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വിശ്വാസിയെ ന്യായം വിധിക്കുമെങ്കിലും ശിക്ഷ ലഭിക്കുകയില്ല. അവിടെ ന്യായാസനം എന്ന് പറയുന്നതിന് ഗ്രീക്കിൽ ബേമ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബേമ, BEMA, ബേമ. അതായത് കളിക്കളത്തിൽ, ഒളിമ്പിക് കളിക്കളത്തില് അവിടെ ന്യായാധിപൻ കളികൾ പരിശോധിച്ചിട്ട് അവര് ഗ്രേഡ് നിശ്ചയിക്കും. ആരാണ് ഒന്നാമത്തെ ആള്, ആരാണ് രണ്ടാമത്തെ ആള്. ആ ബേമ എന്നുള്ള വാക്കാണ് ഇവിടെ ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ ബൈബിളില് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനം വിശ്വാസികളുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്ന സ്ഥലമാണ്. വിശ്വാസികൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കണം എന്ന തിരുവചനത്തില് പ്രധാനമായിട്ടും 3 വാക്യങ്ങളാണ് കാണുന്നത്. വിശ്വാസികൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണമെന്ന് അനേക സ്ഥലങ്ങളിലുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 3 വാക്യങ്ങൾ. ഒന്ന്, റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 10 മുതൽ 12 വരെ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 10 മുതൽ 12. അതിൽ പറയുന്ന നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അത് 1-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11 മുതൽ 15 വരെ.
1 കൊരിന്ത്യർ 3:11-15 വരെ. അവിടെ ഓരോരുത്തൻ പ്രവർത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവർത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. മരം, പുല്ല്, വൈക്കോൽ വെച്ച് പണിയുന്ന അനേക വിശ്വാസികളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ തീയാൽ വെന്തു പോകുന്നത് പോലെ ആയിത്തീരുവാനിടയാകും. അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. അടുത്ത വാക്യം 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതും ചീത്തയുമായ ഏത് കാര്യങ്ങളും ദൈവസന്നിധിയിൽ. 3 വാക്യങ്ങള് റോമാലേഖനം 14:10-12 വരെ. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ നിൽക്കേണ്ടി വരും എന്ന് മാത്രമല്ല, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. രണ്ടാമത് 1 കൊരിന്ത്യർ 3:11-15 വരെ ഓരോരുത്തന്റെ പ്രവൃത്തി അവിടെ ശോധന ചെയ്യും, തീയാൽ ശോധന ചെയ്യും. അന്നേരം വളരെ ആൾക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുക, ആൾക്കാരുടെ മുമ്പിൽ ചെയ്യുക. ഉള്ളറിയുന്ന ദൈവം ഏതാണ് പ്രവൃത്തി എന്നറിഞ്ഞ് അത് അഗ്നിശോധനയാൽ ദൈവത്തിന് മഹത്വം വരാത്തതെല്ലാം വെന്തു പോകുവാനിടയാകും, അല്ലാത്തതൊക്കെ കിരീടം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതായാലും ചീത്തയായാലും നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും, അവിടെ വെളിപ്പെടേണ്ടി വരും എന്നാണ് തിരുവചനത്തിൽ. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് സഭ എടുക്കപ്പെട്ട ശേഷം, അതിന് ഉത്പ്രാപണ ശേഷം, വാനമേഘങ്ങളിൽ കർത്താവ് വന്ന് സഭ എടുക്കപ്പെട്ട ശേഷം 7 വർഷക്കാലം അവിടെ ഭൂമിയിൽ പീഡനകാലം നടക്കുമ്പോൾ സ്വർഗത്തിൽ കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവ് സഭയെടുത്ത് സ്വർഗത്തിൽ വെച്ച് ഉടൻ തന്നെയാണ് ന്യായാസനം അവിടെ സ്ഥാപിക്കുന്നത്. രണ്ടാമത് കുഞ്ഞാടിന്റെ കല്യാണത്തിന് മുമ്പ്. അതെന്താ പ്രസക്തി? കല്യാണം നടക്കുന്നതിന് മുമ്പ് അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് അവര് വധൂവരന്മാര് കുറവുകളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അത് ഒരു പ്രക്രിയയാണ് നടക്കുന്ന. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ടെന്നൊന്നും പറയുവാനൊക്കത്തില്ല. അതുകൊണ്ട് കുഞ്ഞാടിന്റെ കല്യാണത്തിന് മുമ്പാണ് അവിടെ ശുദ്ധീകരണം. അവിടെ ശുദ്ധീകരണം എന്നുള്ള വാക്കിനേക്കാളും അവിടെ മാലിന്യം, അവിടുത്തെ കണ്ണുനീരിന്റെ അവസ്ഥയെ മാറ്റും, ലജ്ജയുടെ അവസ്ഥയെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഉത്പ്രാപണത്തിന് ശേഷം ഭൂമിയിലേക്ക് കർത്താവ് വരുന്ന മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഇത് നടന്നിരിക്കും. അതിന് വാക്യം വെളിപ്പാട് പുസ്തകം 19:7-8 വെളിപ്പാട് പുസ്തകം 19:7-8 അവന്റെ കാന്തം തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണത്. നാം സന്തോഷിച്ചു ഉല്ലസിച്ചു കൊടുക്കുക. പീഡനകാലത്ത് 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ ഭൂമിയിൽ 21 ന്യായവിധികൾ കഴിഞ്ഞു. 19-ാം അധ്യായത്തില് ഹല്ലേലൂയ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് ബന്ധത്തിലാണ് പറയുന്നത്. നാം സന്തോഷിച്ചു ഉല്ലസിച്ച് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഭൂമിയിലെ മണവാട്ടികളെ ഒരുക്കുന്നതാരാണ്? ബ്യൂട്ടി പാർലറുകാരാണ് ഒരുക്കുന്നത്. എന്നാൽ ഈ കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുക്കുന്നത് എങ്ങനെയാണ്? തന്നെത്താൻ ഒരുക്കി. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ ഭൂമിയില് വാസം തീരുന്നത് വരെയുള്ള സമയത്ത് അവിടെ ആ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ലഭിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ രക്ഷയുടെ അങ്കി, നീതിയുടെ അങ്കി ലഭിച്ചു എങ്കിൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്റെ ഭൂമിയിലെ വാസം അവസാനിക്കുന്ന
വരുന്നത് വരെ ഞാൻ കർത്താവിന് വേണ്ടി ഓടി നടന്നു ചെയ്ത പ്രവർത്തികളൊക്കെയും, ഒരു തുണി തുന്നുകയാണെങ്കിൽ, എംബ്രോയിഡറി വർക്ക് ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ ചെയ്യുന്നതൊക്കെ വിശേഷ വസ്ത്രമായി തീരും. ആ വിശേഷ വസ്ത്രം എന്താണെന്ന് പറയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, രക്ഷിക്കപ്പെട്ട ശേഷമുള്ള നീതി പ്രവർത്തികളൊക്കെയാണ് അതിന് ആ വസ്ത്രത്തിന്റെ ഭാഗമായി തീരുന്നത്. രക്ഷാവസ്ത്രത്തിന് പുറമെ അവിടെ പറയുന്നത് അവിടെ ഒരു വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അവിടെ വിശേഷ വസ്ത്രത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള പടങ്ങളും ഒക്കെ ആയിരിക്കാൻ ഇടയാകും. ഈ ന്യായാധിപനാരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ് ന്യായം വിധിക്കുന്നത്. വെള്ള സിംഹാസനത്തിലെ ന്യായവിധി ആരാണ് നടത്തുന്നത്? കർത്താവായ യേശുക്രിസ്തുവാണ്. അതിനേതെങ്കിലും വാക്യമുണ്ടോ? ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:22 ഈ ന്യായം വിധിക്കുന്നത് ആർക്കാണ് അധികാരം ലഭിച്ചിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5:22 എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവ് സർവശക്തനായ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരു വാക്യം കൂടെ ഉണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 17:31 പ്രവൃത്തികളുടെ പുസ്തകം 17:31 അവിടെ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. അവിടെ കല്ലറയിൽ അടക്കി കർത്താവിന്റെ കല്ലറയിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് അവനിവിടെ ഇല്ല എന്നുള്ളൊരു സദ്വാർത്താനം കേട്ട ഒരേ ഒരു കല്ലറയാണ്. ഇന്നും ചരിത്രത്തിൽ അത് അവിടെ പോയവർക്കൊക്കെ അത് സാക്ഷ്യം വഹിക്കുന്നു. തുറന്ന കല്ലറ അവിടെ കിടക്കുന്നു. കർത്താവ് ഇവിടെ ഇല്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെ, നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ പിതാവ് നിശ്ചയിച്ചിരിക്കുന്നു. വിശ്വാസികളുടെ പ്രവർത്തികൾ ന്യായാസനത്തിന് മുമ്പാകെ ശോധന ചെയ്യും. ന്യായാസനത്തിന് മുമ്പാകെ വിശ്വാസികൾ കണക്ക് ബോധിപ്പിക്കണം. അത് വേലയെ ആദരിക്കുന്ന ഒരു സ്ഥലമാണ്. അനേക കിരീടങ്ങൾ വാങ്ങിച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോൾ ചിലർ ലജ്ജിക്കുവാനിടയാകും. അവിടെ അതിന് 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാം വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാം വാക്യം. കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവിടെ നേരെ നിൽക്കാൻ പറ്റുമല്ലേ? ഒളിഞ്ഞു നിൽക്കും, എങ്ങനെയൊക്കെ വല്ലാതെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ പാപം ചെയ്തവരാണ് ലജ്ജിക്കേണ്ടത്. മടിയിൽ കനമുള്ളവരാണ് പേടിക്കേണ്ടത്, ഭയപ്പെടേണ്ടത് അല്ലേ രാഷ്ട്രീയക്കാർ പറയുന്നത്. എന്നാൽ ഇവിടെ അത് തന്നെയാണ് നടക്കുന്നത്. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകരുത്. വിശ്വാസികളുടെ പാപങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട നാളിൽ അതെല്ലാം തൂത്തുകളഞ്ഞു, പുതിയൊരു ആരംഭം കുറിച്ചു. ഒരുവൻ ക്രിസ്തുയേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ മുതലാണ് ആരംഭം കുറിക്കുന്നത്. അതുവരെയുള്ള ഒരു പാപങ്ങളെല്ലാം സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളയുവാൻ ഇടയായി. അതുകൊണ്ട് ആ പാപങ്ങളെ കുറിച്ച് ഇനി കർത്താവ് അതെല്ലാം കാൽവറി ക്രൂശിൽ അതിനുവേണ്ടി പാപപരിഹാരം ഉണ്ടാക്കി. ന്യായാസനത്തിന് മുമ്പാകെ ശോധന ചെയ്യുകയാണെങ്കിലും ലജ്ജിച്ചു പോകാമെങ്കിലും നരകത്തിൽ തള്ളുകയില്ല, ശിക്ഷിക്കപ്പെടുകയില്ല. കാരണം നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനി യാതൊരു ശിക്ഷാവിധിയുമില്ല എഴുതി തന്നിട്ടുണ്ട്. നമ്മുടെ സങ്കീർത്തനം 103:10-12 നാം ആരാധന വേളയ്ക്ക് എപ്പോഴും വായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. 103-ാം സങ്കീർത്തനം 10 മുതൽ 12 വരെ. അല്ല, അവൻ നമ്മുടെ
പാപങ്ങൾ നമ്മൾ പാരം ചെയ്യുന്നുണ്ട്. ആമേൻ. പാപങ്ങൾ കുത്തം അകൃത്യങ്ങൾത്ത് ചെയ്താൽ നമുക്കൊരു രക്ഷയുമില്ല. കാരണം നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു ക്ലീൻ സ്ലേറ്റാൻ തുടങ്ങി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്. ഇനി ക്രിസ്തുവിന്റെ ന്യായാസനത്തില് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് കണക്ക് കൊടുക്കേണ്ട. നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ്. ഒന്ന് നേരത്തെ വായിച്ചു, 2 കൊരിന്ത്യർ 5:10 4 കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അതുകൂടാതെ അനേക കാര്യങ്ങളുണ്ട്. വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വാക്യങ്ങളായിട്ട് വരുന്നത്. ഒന്ന് 2 കൊരിന്ത്യർ 5:10 അതായത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തികൾക്ക്, ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തികൾക്ക്. രണ്ടാമത് സംസാരിക്കുന്ന ഏത് നിസ്സാര വാക്ക്, മത്തായി 12:36 സംസാരിക്കുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. മൂന്നാമത് റോമാലേഖനം 14:12 നമ്മിൽ ഓരോരുത്തൻ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതിന് ആധാരം യാക്കോബ്, പ്രവർത്തികളുടെ അപ്പോസ്തലനായ യാക്കോബ് 5:9 മാത്രം. വിശ്വാസം മാത്രം പോരാ, നന്മ ചെയ്യണം, പ്രവർത്തിക്കണമെന്ന് അപ്പോസ്തലനായ യാക്കോബ് പറയുമ്പോൾ, സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. നിസ്സാരമായ വാക്കുകൾ പോലൂടെ കണക്ക് കൊടുക്കേണ്ടി വരും. മൂന്നാമത് ഹൃദയത്തിലെ ആലോചനകൾ, പാപം ചെയ്യണമെന്നില്ല. 1 കൊരിന്ത്യർ 4:5 ഹൃദയത്തിലെ ആലോചനകൾക്ക് ഞാൻ ചിന്തിച്ചാൽ മതി, അതും അവിടെ കണക്ക് കൊടുക്കേണ്ടി വരും. ആകയാൽ ഇനി അടുത്തത് ലഭിച്ച താലന്തുകൾക്ക്. നമുക്ക് ഓരോരുത്തർക്കും താലന്ത് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് താലന്ത് എനിക്കറിയാം. പരിശുദ്ധാത്മാവ് എനിക്ക് എഴുതുവാനുള്ള താലന്തുണ്ട്. അതേസമയം പാടുവാൻ, നമുക്ക് വലുതായിട്ട് പാടുവാനുള്ള താലന്തൊന്നുമില്ല. ഒരുവിധമൊക്കെ പാടി ഒപ്പിക്കുന്നുള്ളൂ. ഇതിൽ ഓരോരുത്തർക്കും ദൈവം വിവിധമായിട്ടുള്ള താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ബുക്ക് എഴുതുവാനായിട്ട് വരുമ്പോൾ, ദൈവവചനം എഴുതുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അത് കമ്പ്യൂട്ടറിൽ അടിച്ചു പോകുമ്പോൾ. അന്നേരം ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ട താലന്തുകൾ, ചിലർക്ക് പ്രസംഗിക്കുവാനായിരിക്കാം, ചിലർക്ക് സുവിശേഷം പറയുവാൻ. താലന്തുകൾ ഒന്നുപോലും കിട്ടാത്ത ആരുമില്ല. താലന്തുകളെ ശോധന ചെയ്യണം. മത്തായി 25:21, മത്തായിയുടെ സുവിശേഷം 25:21. അന്നേരം അവിടെ താലന്തുകൾ, അവിടെ അവർ ഉപമ പോലെ പറഞ്ഞിരിക്കുന്നത്, അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ താലന്തുകൾ ബുദ്ധിപൂർവം ഉപയോഗിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ നേരിട്ടുള്ള ക്രിസ്തുവിനെ ന്യായാസനം കൂടാതെ ഒരു 11 കാര്യങ്ങൾ ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും എടുത്ത് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. 11 കാര്യങ്ങൾ. ഈ 4 എണ്ണത്തിനെ കൂടാതെ, ഒന്ന് എബ്രായ ലേഖനം 6:10 കൂട്ട് സഹോദരന്മാരോട് നാം എങ്ങനെ പെരുമാറി. നാം വിശ്വാസികളാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. സഹവിശ്വാസികളോട് എങ്ങനെ നാം പെരുമാറി, ഇതവിടെ കണക്ക് കൊടുക്കേണ്ടി വരും. എബ്രായ ലേഖനം 6:10 എബ്രായ ലേഖനം 6:10 ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും ആ ന്യായാസനത്തിന്റെ മുമ്പാകെ വെച്ച് ദൈവം മറക്കാതെ അത് ആദരിക്കുവാനിടയാകും. അതിന് പറയുന്ന മത്തായിയുടെ സുവിശേഷം 10:41-42, മാത്യു മത്തായി 10:41-42 അവിടെ പറയുന്ന പ്രവാചകൻ
നീതിമാൻ, ശിഷ്യൻ, ഈ 3 വിധത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ അവരോട് ഇടപെട്ടത്? വാക്യത്തിൽ പറയുന്നതാണ്, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകന്മാരെ നാം പഠിക്കുമ്പോൾ ഞാനൊരു പ്രവാചകനാണ്. എങ്ങനെ അറിയാം? ഞാനൊരു പ്രവാചകനാണ്. വിശുദ്ധ വേദപുസ്തക പ്രകാരം എന്നെ പ്രവാചകനെ ആരാക്കിയൊന്നുമില്ല. ഞാൻ പ്രവാചകനാണ്. കാരണം പ്രവചന പുസ്തകമായ തിരുവചനം വിഭാഗിക്കുന്നവര്, പ്രവചന പുസ്തകം വിഭാഗിക്കുന്നവര് പ്രവാചകന്മാരാണ്. ഇല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ആത്മാവില്ല എങ്കിൽ തിരുവചനം പറയുവാൻ സാധിക്കുകയില്ല. പ്രവചന പുസ്തകമാണ് വെളിപ്പാട് മുഴുവനും അടങ്ങിയിരിക്കുന്നത്. വിശേഷാൽ ചില പുസ്തകങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകവും വെളിപ്പാടും പ്രവചന പുസ്തകമായിട്ടുണ്ടെങ്കിലും തിരുവചനത്തിന്റെ പൊരുളുകളൊക്കെ വിളിച്ചു പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുന്നവര് പ്രവാചക ശുശ്രൂഷയാണ് ചെയ്യുന്നത്. രണ്ടാമത് നീതിമാൻ എന്ന് വെച്ച് നീതിമാന്റെ പ്രതിഫലം നീതി പ്രവർത്തിക്കുക, നീതി ലഭിക്കുക. അത് അനേകം നീതിയിലേക്ക് നടത്തുന്ന ശുശ്രൂഷ. അതില് അടുത്തത് ശിഷ്യൻ. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തൻ ഒരു പാനപാത്രം തണ്ണീർ ഇതും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ ലഭിക്കണം. കൂട്ടു സഹോദരന്മാരോടുള്ള ഇടപെടലിൽ ന്യായാസനത്തിൽ കണക്ക് കൊടുക്കേണ്ടത് ഏതിനൊക്കെ കേട്ടോ? ഒന്ന്, അവിടെ പ്രവാചകൻ എന്ന നിലയിൽ ദൈവദാസന്മാരെ, ദൈവമക്കളെ ആദരിക്കുമ്പോൾ, ദൈവവേലയെ ആദരിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. രണ്ടാമത് നീതിമാൻ എന്ന നിലയിൽ, അനേകരെ നീതിയിലേക്ക് നടത്തുന്നവരെന്ന നിലയിൽ, ദൈവം നീതിമാനാണ്, നീതിമാനെ കാണിച്ചു കൊടുക്കുന്നവരെന്ന നിലയിൽ ഞാൻ എൻ്റെ നീതീകരണം ലഭിക്കാനിടയായെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും. മൂന്നാമത് ശിഷ്യൻ എന്ന് വെച്ച് ഒരു പാവപ്പെട്ട വിശ്വാസി, ഒരു ശിഷ്യനായിട്ടുള്ള ഒരു പാത്രം വെള്ളം ഭൗതികമായിട്ടുള്ള നന്മകളിൽ നിന്ന് വീതിക്കുമ്പോൾ അത് ന്യായാസനത്തിന് പ്രതിഫലം കിട്ടും. ഇനി രണ്ടാമത്, നമ്മുടെ സമയവും അവസരവും എങ്ങനെ ഉപയോഗിച്ചു? ഒരു ദിവസം 24 മണിക്കൂർ കിട്ടുമ്പോൾ അത് എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു കണക്ക് കൊടുക്കേണ്ടി വരും. സങ്കീർത്തനം 90:12 പറയുമ്പോൾ അവിടെ പറയുന്നത്, ദൈവമേ എന്റെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉപദേശിക്കണമേ. ഞാൻ ഓരോ ദിവസവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള, ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള നിമിഷങ്ങൾ എണ്ണി, അത് എൻ്റെ പ്രവർത്തനത്തിലൊക്കെയും നാളുകളെ എണ്ണിയാണ് ജീവിക്കേണ്ടത്. നോട്ട് എണ്ണുന്നത് പോലെ തന്നെ എൻ്റെ ഓരോ മിനിറ്റും സമയവും ദൈവത്തിനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട്. 2 എഫേസ്യ ലേഖനം 5-18 വാക്യത്തിൽ 16 വാക്യത്തിൽ ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഈ ദുഷ്കാലത്ത്, വല്ലാത്ത ഒരു കാലത്ത്, വിശ്വാസികൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഒരു കാലം, ദുഷ്കാലം, ഇവിടെ ഞാൻ എൻ്റെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ചോദിക്കും, കൊലോസ്യ ലേഖനം 4-5 വാക്യം അതും സമയത്തോടുള്ള ബന്ധത്തിലാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ച് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. 1 പത്രോസ് 1-17 വാക്യവും സമയത്തോടുള്ള ബന്ധത്തിലാണ്. നിങ്ങളുടെ പ്രവാസകാലം, നിങ്ങളുടെ ഈ ഭൂമിയിലെ കാലം, നിങ്ങളുടെ ഈ മൂക്കിലെ ഈ ആയുസിന് അന്തം കുറിക്കുന്ന, ഈ ജീവൻ പോകുന്ന സമയം, അതുവരെയാണ് പ്രവാസകാലം. ഭയത്തോടെ എൻ്റെ സമയത്തോടുള്ള ബന്ധത്തിൽ ഇനി 24 മണിക്കൂർ എല്ലാവർക്കും ഞാൻ എത്ര സമയം ദൈവത്തിനായിട്ട് നാളുകളെ എണ്ണി ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആ തക്കത്തിൽ ഉപയോഗിച്ച് അനേകരെ നീതിയുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രവാസകാല ഭയത്തോടെ ജീവിക്കണം. ഇനി മൂന്നാമത്, എൻ്റെ ധനം ഞാൻ എങ്ങനെ ദൈവത്തിനായിട്ട് ഉപയോഗിച്ചു, ദൈവവേലയ്ക്കായിട്ട് ഉപയോഗിച്ചു. 2 കൊരിന്ത്യർ 9 6-7 വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 9 6-7 വാക്യങ്ങൾ. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്.
നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരും. ഞാൻ പള്ളിയിലായിരുന്ന സമയത്ത് സ്തോത്ര കാഴ്ചയെടുത്ത് വരുമ്പോൾ അച്ഛൻ വായിക്കുന്ന വാക്യമായത്, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളുവൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. ദൈവത്തിന് കൊടുക്കുവാൻ ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെയും എൻ്റെ പള്ളിയിലെ ജീവിതത്തെ ഓർക്കാറുണ്ട്. കാണിക്ക പാത്രം വരുമ്പോൾ അതിനു മുമ്പായിട്ട് അച്ഛൻ എന്നുകൊണ്ട് വായിക്കുന്ന ഒരു വാക്യമാണ്, പണമെല്ലാം ദൈവത്തിന് കൊടുക്കുക. 1 തിമോഥെയോസ് 6:17 മുതൽ 19 വരെ. 1 തിമോഥെയോസ് 6:17 മുതൽ 10 വരെ. നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരാകുവാനും ദാനശീലരും ഔദാര്യമുള്ളവരും ആയി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തിൽ നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാൻ എന്തൊക്കെ വേണം? ദൈവത്തിന് കൊടുക്കണം, ദൈവവേലയ്ക്ക് കൊടുക്കണം, ദൈവദാസന്മാർക്ക് കൊടുക്കണം, സുവിശേഷത്തിന്റെ പ്രചരണത്തിന് കൊടുക്കണം. ഇതാണ് നമ്മുടെ ധനം. നാം എത്രത്തോളം അതിന് ശുഷ്കാന്തി പ്രാപിക്കുന്നു. ഇനി അടുത്തത് 4-മത്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചത് എപ്രകാരം? മത്തായിയുടെ സുവിശേഷം 5:11-12. മത്തായി സുവിശേഷം 5:11-12. ദൈവത്തെ നിമിത്തം, കർത്താവിനെ നിമിത്തം ആരെങ്കിലും നമ്മളെ പഴിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അതിൽ യാതൊരു വിധത്തിലും ദുഃഖിക്കേണ്ട കാര്യമില്ല. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇത് സാധാരണ ഉള്ളതാണ്. കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും അനിത്യ തേജസ്സിന്റെ അനുഭവം കൂടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകും. മർക്കോസിന്റെ സുവിശേഷം 10:29-30. മർക്കോസ് സുവിശേഷം 10:29-30. എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും ദൈവത്തിന്റെ കാര്യങ്ങൾ നിമിത്തവും സുവിശേഷ വേല നിമിത്തവും ലഭിക്കുന്ന കഷ്ടങ്ങൾ ദൈവം തള്ളിക്കളയുകയില്ല. അതിന് പ്രതിഫലം ലഭിപ്പാനിടയാകും. കാരണം എന്ത്? റോമാലേഖനം 8:18 പറയുന്നത്, കാരണം പറയുന്നത് തള്ളിക്കളയുകയില്ല. കാരണം നാം ഈ കഷ്ടങ്ങൾ വരുമ്പോൾ സന്തോഷിക്കേണ്ട കാര്യം റോമാലേഖനം 8:18 പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. ഈ കഷ്ടങ്ങൾ ഒന്നുമില്ല. അവിടെ കാണുവാൻ പോകുന്ന കാര്യങ്ങൾ അത് ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല. ഞങ്ങൾ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് കാണുമ്പോൾ അയ്യോ ഇത് സ്വപ്നമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ 1 പത്രോസ് 4:12-13. 1 പത്രോസ് 4:12-13. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളി ആകുന്തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. സ്തോത്രം. പത്രോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ ഭാഷ പ്രിയമുള്ളവരെ, പ്രവാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഓരോടത്തും തിരുവചനത്തിൽ പ്രസ്താവിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്നത് അഗ്നിശോധനയാണ്, തീയിലെ ഇതാണ്. അവിടെ ചൂളയുടെ മുമ്പിൽ നിൽക്കുന്ന യുവാക്കൾ, ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ല എങ്കിലും ഇതിനെ പ്രതിമയെ നമസ്കരിക്കുകയില്ല. അതെന്താ കാര്യം? സ്വർഗത്തിൽ ലഭിക്കുവാൻ പോകുന്ന നിത്യ തേജസ്സിന്റെ വലിപ്പം കാണുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടം ഏതുമില്ല, അത് സാരമില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ശത്രുക്കളോട് നമ്മുടെയുള്ള മനോഭാവം എപ്രകാരം? ശത്രുക്കളോട് നമ്മുടെ മനോഭാവം, അതായത് കർത്താവ് പറയുന്ന പഴയ നിയമ വ്യവസ്ഥ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. എന്നാൽ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത് ശത്രുക്കളെ
സ്നേഹിപ്പേൻ. കർത്താവ് പറഞ്ഞു, കർത്താവിനെ അവിടുന്ന് പല ഭാഗത്തു നിന്നും അടിക്കുന്നു, തുപ്പുന്നു, ഇതെല്ലാം കഴിയും. അവിടെ പറയുന്ന, പിതാവേ ഇവർ ചെയ്യുന്നതായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ വിധത്തിലേക്ക് നമ്മൾ നാൾക്കുനാൾ വളരണം. ഇപ്പോൾ അവിടെ സ്തോഫാനോസ് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. പൗലോസ് യൗവനക്കാരനായിട്ട് അവിടെ നിൽക്കുന്നു. ഒരു കൂട്ടം ആൾക്കാര് കല്ലുമായിട്ട് നിൽക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-59-60, പ്രവൃത്തികളുടെ പുസ്തകം 7-59-60, കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ വിളിച്ചിട്ട് അവിടെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തത്? അവൻ മുട്ടുകുത്തി, കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉറക്കുക. ഈ ഒരൊറ്റ പ്രാർത്ഥനയില് സ്വർഗം ഇറങ്ങി. ആ ശൗല് എന്നുള്ളൊരു മനുഷ്യനെ പൗലോസാക്കി നമുക്ക് തിരുവചനം വിഭാഗിച്ചു തരുവാൻ, ആഴമേറിയ സത്യങ്ങൾ വിഭാഗിക്കുവാൻ ദൈവം ഇടപെട്ടു. ഒറ്റയൊരു പ്രാർത്ഥന. അവിടെ സ്തേഫാനോസ് കല്ലെറിഞ്ഞപ്പോൾ പ്രതികരിച്ചത്, ആ പ്രതികാരം പറഞ്ഞത് മുട്ടുകുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രാർത്ഥനയിൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. നേരിട്ട് ഇടപെടുകയാണ്. ഡമസ്കോസ് പടിവാതിൽക്കൽ വെച്ച് ശൗലിനെ തൊട്ടു. അവിടെ പറഞ്ഞു, അവിടെ ഒരു ദൈവദാസന് കൽപ്പന കൊടുക്കുന്നു, നേർവീതിയിൽ ഒരാളിരിക്കുന്നു. Go to a street called straight. Go to a street called straight. നേർവീതിയിലേക്ക് പോവുക. ശൗൽ ഇതുവരെയും വളഞ്ഞ വഴിയിലൂടെ നടക്കുന്നവനായിരുന്നു. എന്നാൽ അവൻ നേർവീതിയില് സ്ട്രെയിറ്റ് പാത്തിൽ ചെന്നു. അവിടെ പറയുന്നത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പേടിച്ചാണ് ശിക്ഷിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്, ശത്രുക്കളെയും സ്നേഹിക്കുക എന്ന് പറയുന്നത്. ആ സ്തേഫാനോസിന്റെ പ്രാർത്ഥന ഒരു വലിയ ക്രൂരനായ മനുഷ്യനെ മാറ്റുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നേരിട്ട് വന്നു. ശത്രുക്കളോട് നമ്മ മനോഭാവം എങ്ങനെയാണ്? ശത്രുക്കളോട് പോയിട്ട് ഇന്ന് പലപ്പോഴും പള്ളികളിലൊക്കെ തമ്മിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്ന കോടതിയിലെ കേസും അടിപിടിയും ബഹളവും വിശ്വാസികളുടെ ഇടയിലും അപ്രകാരം വരിക. കർത്താവ് പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇനി നമ്മുടെ ഓട്ടം എപ്രകാരം? ആറാമത് ഓട്ടം. ഓട്ടം എപ്രകാരം എന്ന് പറയുമ്പോൾ അനേക വാക്യങ്ങളുണ്ട്. അത് ബുക്കിൽ നിങ്ങൾ നോക്കി വായിച്ചാൽ മതി. സമയം കാരണം ഒരു ചാപ്റ്റർ പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. ഓട്ടക്കളത്തിലാണ് നാം എല്ലാവരും ഓടുന്നത്. പൗലോസ് പറയുന്നത് പോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നുകൊണ്ട്, മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വെളിയുടെ വിരുദിനായിട്ട് ഓടുന്നു. കാരണം എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിൽക്കുന്നുണ്ട്, അവരെല്ലാം ഓടിയവരാണ്. അവന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സകല പാപവും, മുറുകെ പറ്റുന്ന പാപവും വിട്ടുകൊണ്ട് കർത്താവിനെ നോക്കി ഓടുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം സർദീസ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. നമ്മുടെ ഓട്ടം എങ്ങനെയാണ്? കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ അവിടെ ബൈബിൾ ക്ലാസ് ഉണ്ട്,
വചനം പഠിക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. എന്നാൽ ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ എല്ലാം നഗ്നവും മലർന്നും കിടക്കുന്ന, ശോധന ചെയ്യുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള കർത്താവ് നോക്കുമ്പോൾ ആ സ്ഥിതി മനസ്സിലാക്കുവാനിടയാകും. അവിടെ പറയുവാൻ പാടില്ല നീ ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു എന്ന് പറയുവാനിടയാകരുത്. നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്യണം. ഏഴാമത്, നമ്മുടെ പഴയ സ്വഭാവം എപ്രകാരം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ട നാളില് പുതിയ സൃഷ്ടിയാണെങ്കിലും കാലം പോകുന്തോറും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി പഴയ മനുഷ്യനെ മുഴുവനായിട്ട് നാം ഉരിഞ്ഞു കളയണം. എന്നാൽ ആ പഴയ സ്വഭാവം ഇന്ന് നമുക്ക് പലയിടത്തും വിശ്വാസികൾ തമ്മിൽ മീറ്റിംഗ് കൂടുമ്പോൾ അത് കാണുവാൻ സാധിക്കും. പഴയ സ്വഭാവം പെട്ടെന്ന് വെളിയിലേക്ക് ചാടുന്നതാണ്. അപ്പോഴത്തേക്ക് മുഖമൊക്കെ കറുക്കും. കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും. പാടില്ല, പാടില്ല. ക്രിസ്തുയേശുവിൻ്റെ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ അത് ചോദന ചെയ്ത് കണക്ക് കൊടുക്കേണ്ടി വരും. ഇനി എട്ടാമത്, പരീക്ഷകളിൽ എപ്രകാരം പ്രതികരിച്ചു. പരീക്ഷകളിൽ എപ്രകാരം. യാക്കോബിന്റെ ലേഖനം പറയും 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പറയുന്നത്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവൻ. നമ്മുടെ ആ പരീക്ഷകളില് നാം എപ്രകാരം നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയണം. അതായത് ദൈവമക്കളെ സംബന്ധിച്ച് ഞാൻ ധനവാനായിരിക്കാനും ദരിദ്രനായിരിക്കാനും എനിക്ക് അറിയാവുന്ന പോലെ പൗലോസ് പറയുന്നു, ഉള്ളവനും ഇല്ലാത്തവനുമായിരിക്കാൻ അറിയാം. നമ്മുടെ മുഖത്ത് അത് എടുത്തു കാണിക്കണം. അല്ലാതെ മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ഉള്ള പ്രവർത്തനം പാടില്ല. കൂടുതൽ വിശദീകരിക്കുന്നില്ല. 9-ാമത്, ദൈവവചനത്തോട് ഞാൻ എത്രമാത്രം വിശ്വസ്തത കാണിച്ചു. ദൈവവചനത്തോട് ഞാൻ എത്രമാത്രം വിശ്വസ്തത കാണിച്ചു. അവിടെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ അവിടെ പറയുന്നത്, നിങ്ങളോട് ആലോചനകൾ ഒട്ടും മറച്ചു വയ്ക്കാതെ, അവിടുത്തെ ഓരോരുത്തരുടെ കൂട്ടമനുസരിച്ച് ഉപദേശം സംസാരിക്കാതെ തിരുവചനം അതിന്റെ തനിമയിൽ തന്നെ പറഞ്ഞു നോക്കുക, മുഖം നോക്കാതെ സംസാരിക്കുക എന്നാണ് അർത്ഥം. 2 തിമോഥെയോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ, 2 തിമോഥെയോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. സമയത്തിലും അസമയത്തിലും. അന്നേരം ദൈവവചനത്തോട് എത്രമാത്രം നാം വിശ്വസിക്കും. ആലോചന മറക്കാൻ ദൈവവചന തനിമയിൽ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളതാണ് അതിൽ കാണുന്നത്. 10-ാമത്, നാം എത്ര പേരെ കർത്താവേ ഞാനും എൻ്റെ കുടുംബവും ഇതാ എന്ന് പറഞ്ഞാൽ പോരാ. ഇത്രയും വലിയൊരു കൂട്ടത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയണം. ഞാനും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞാൽ പോരാ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലും എന്നും എന്നേക്കും പ്രകാശിക്കുന്നതാണ് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത്. നമ്മുടെ കർത്താവ് വരുവാൻ കാലമെടുത്തിരിക്കുന്നു. 11-ാമത്, നമുക്ക് ലഭിച്ച കഴിവുകൾ എപ്രകാരം നാം ഉപയോഗിച്ചു. നമുക്ക് ലഭിച്ച കഴിവുകൾ, അതായത് താലന്തുകൾ, നമുക്ക് ലഭിച്ച വരങ്ങൾ, കൃപാവരങ്ങൾ എത്രമാത്രം നമ്മൾ ഉപയോഗിച്ചു. അത് പൊതുപ്രയോജനത്തിനായിട്ട് എത്രമാത്രം ഉപയോഗിച്ചു. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7-8, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7-8 വാക്യത്തിൽ പറയുന്നത്, അത്
പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നതാണ്. എന്നിൽ തന്നെ വെച്ച് കുഴിച്ചു മൂടുവാനുള്ളതല്ല. കർത്താവെ നീ തന്നതായിരിക്കുന്നു എന്ന് പറയാൻ തിരിച്ചു കൊടുക്കുവാനല്ല, അത് വർദ്ധിപ്പിക്കുവാനായിട്ടാണ് തന്നിരിക്കുന്നത്. 1 പത്രോസ് 4:10 ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകനായിരിക്കണം. ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകനായിരിക്കണം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഭാഗം നിർത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 13:52. മത്തായിയുടെ സുവിശേഷം 13:52. നമ്മുടെ കഴിവുകൾ, ലഭിച്ച കഴിവുകൾ വളരെ ബുദ്ധിയോടെ ഉപയോഗിക്കണമെന്നാണ് അതിൽ കൂടെ പറയുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷം 13:52 അവനവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന്, നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിന് ശിഷ്യരായി തീർന്ന് ഏത് ശാസ്ത്രി എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് പുതിയ നിയമകാലത്ത് കർത്താവിന്റെ ജീവിത സമയത്ത് അവിടെ ശാസ്ത്രിമാരുണ്ടായിരുന്നു. അവരെ കുറിച്ച് പറയുന്നത്, ശാസ്ത്രിമാരെ കുറിച്ച് പറയുമ്പോൾ അവര് എത്രമാത്രം പഠിച്ചുകൊണ്ടേയിരിക്കും. ന്യായപ്രമാണം പഠിച്ചെല്ലാം ഈ ബുദ്ധിയിലേക്ക് പ്രവർത്തനമില്ല. ശിഷ്യനെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പഠിച്ച കാര്യങ്ങള് പ്രവർത്തികളുടെ പുസ്തകം പറയുന്നത് പോലെ, പ്രവർത്തികളുടെ പുസ്തകം പേര് പറയുവാൻ കാര്യമെന്ത്? 4 സുവിശേഷങ്ങളിൽ എന്റെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചു കാണിച്ച പുസ്തകമായത് കൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ അതുപോലെ തിരുവചനം വായിച്ച് പഠിച്ച് ഇവിടെ വെക്കുകയല്ല വേണ്ടത്. ഒരു ശിഷ്യനെ പോലെ. ശിഷ്യൻ എന്തുവാണ് നടക്കുന്നത്? പ്രവർത്തിക്കുകയും മാത്രമല്ല ജീവിക്കുകയും, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. സ്ക്രൈബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സ്ക്രൈബ് മീൻസ് എ ലേണിംഗ് മാൻ, ഒരു പഠിക്കുന്ന. അതായത് ഇവിടെ ശാസ്ത്രി തിരുവചനം ഒരുപാട് പഠിക്കും, പഠിച്ചെല്ലാം ബുദ്ധിയിൽ വെക്കും, പക്ഷെ ഒന്നും തന്നെ പ്രവർത്തിയാണ്. അങ്ങനെയാകരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും, തിരുവചനം അഗാധമായി പഠിക്കുന്നവര് എങ്ങനെയായിരിക്കണം? ഒരു ശിഷ്യനായി തീർന്നാൽ തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത്, അത് വേറൊരു വിധത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ദൈവവചനം പഠിക്കുക മാത്രമല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തി ഉണ്ടാകണം. പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങൾ, പഴയ നിയമവും പുതിയ നിയമത്തിലുള്ള ദൈവിക ഉപദേശങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു നല്ല വീട്ടുടയവനോട് സദൃശ്യനാകുന്നു. നമുക്ക് ലഭിച്ച താലന്തകൾ ഓരോന്നിനും അനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചൂടുകാലത്ത് എന്താണ്? ചൂടാണോ കൊടുക്കേണ്ടത്? അല്ല, തണുത്തത് കൊടുക്കണം. അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും ബുദ്ധി പ്രയോഗിച്ച് ദൈവത്തെ കൊടുക്കണം. ഇവിടെ ഈ ശാസ്ത്രിമാർ, അന്നത്തെ ശാസ്ത്രിമാരെല്ലാം വചനം ഒരുപാട് കേൾക്കും, വചനം കേൾക്കുവാനിടയാകും, പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ. അതാണ് സ്വർഗരാജ്യത്തിന് ശിഷ്യരായ ഒരു ശാസ്ത്രി. തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയനോട്, ഒരു വിരുന്നുകാരൻ ഓടി വരുന്ന, അയാളുടെ ആവശ്യം എന്താണെന്ന് നല്ലൊരു വീട്ടുടയൻ അറിയാം. അതുപോലെ തന്നെ ദൈവവചനം പഠിക്കുന്ന ഒരു വിശ്വാസിക്കറിയാം എങ്ങനെയാണ് അവനോട് പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണോ, പുതിയ നിയമത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കണോ, അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പഠിക്കുക മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. യാക്കോബ് അത് പറയുന്നുണ്ട്, വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായും
ഇരുപ്പിൻ. വിശ്വാസികളുടെ ഭൂമിയിലുള്ള കാര്യങ്ങൾ ശോധന ചെയ്യും. ആ തീയാൽ ശോധന ചെയ്യുമ്പോൾ വെന്തുപോകുന്നതായിരിക്കരുത്. എത്ര തന്നെ സുവിശേഷ വേല ചെയ്താലും, എത്ര ഓടി നടന്ന് അധ്വാനിച്ചാലും ഒരു കാര്യമുണ്ട്, അതിന്റെ മഹത്വം മുഴുവൻ നാം എടുത്തു കഴിഞ്ഞാൽ പ്രതിഫലം അവിടെ ലഭിക്കുകയില്ല. പലരും ഇന്ന് സുവിശേഷ വേല ചെയ്തിട്ട് വന്ന് പറയാറുണ്ട്, ഞാൻ ഇന്ന് പോയി 10 പേരെ 20 പേരെ രക്ഷിക്കപ്പെടുത്തി. രക്ഷിക്കപ്പെടുന്നത് നമ്മുടേതല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-47 വാക്യത്തില് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്ത് കൊള്ളുന്നു. കർത്താവാണ് അത് നടത്തുന്നത്. നമുക്കതില് പുകഴുവാനില്ല. അങ്ങനെ സുവിശേഷ വേല ചെയ്താലും പ്രതിഫലം ന്യായാസനത്തില് വലിയൊരു വട്ടപൂജ്യമായിരിക്കും ലഭിക്കുന്നത്. എത്ര എണ്ണം ഓടി നടന്നാലും അധ്വാനിച്ചാലും മഹത്വം ദൈവത്തിന് കൊടുത്തില്ല എങ്കിൽ, ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ആയിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം ഇതെല്ലാം കണ്ട അമ്പരന്ന യോഹന്നാൻ ദൂതന്റെ കാൽക്കലേക്ക് വീഴുന്നു. ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത ദൂതന്റെ കാൽക്കലേക്ക് യോഹന്നാൻ വീഴുന്നു. യോഹന്നാൻ പറയുന്നു, അരുത്, ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കാവുള്ളൂ. വെളിപ്പാട് പുസ്തകം 22:8-9. വെളിപ്പാട് പുസ്തകം 22:8-9. മതി, സമയം ഒന്നു. അത് നമ്മൾ എന്തെല്ലാം ഞാനൊക്കെ പറയുന്നത്, എന്തെല്ലാം സുവിശേഷ വേല ഓടി നടന്ന് ചെയ്താലും ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എങ്കിൽ ആ മഹത്വം വെക്കുവെങ്കിൽ. ഉദാഹരണത്തിന്, ഞാനൊരു പുസ്തകം എഴുതി വലിയൊരു പബ്ലിക്കിനെ വിളിച്ച് അവിടെ ഉള്ളവരെല്ലാം എന്നെ വാനോളം പുകഴ്ത്തും. ഇത്രയും വലിയ, ഇത്രയും ജ്ഞാനം, ഇത്രയും എഴുതുവാൻ. അപ്പോഴത്തേക്ക് മഹത്വം ആർക്ക് പോയി? എനിക്ക് പോയി, ദൈവത്തിന് കിട്ടിയില്ല. ഞാൻ അധ്വാനിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ വെറുതെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഇത്ര പേരെ പ്രവർത്തിച്ചു, ഇത്ര പേരെ രക്ഷിക്കപ്പെടുത്തിയെന്ന് അനേകർ പറയുന്ന കേട്ടിട്ടുണ്ട്. ദൈവം ആണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിൽ വെച്ച പുകഴ്ചയും ആദരവും ഉയർച്ചയും ലഭിച്ചാലും ദൈവത്തിൽ നിന്നും പുകഴ്ച ലഭിക്കാനിടയാകണം. മനുഷ്യർ പുകഴ്ത്തിയാൽ അത് ഈ ലോകത്തിലെ ശ്വാസം പോകുന്നവരെ ഉള്ളതിൻ്റെ, പിന്നെ സ്വർഗത്തിൽ വെച്ചത് കിട്ടത്തില്ല. അത് ഭൂമിയിൽ അവർ വാങ്ങിച്ചു പോയി. ആ പുകഴ്ചയെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഇനി 5 കിരീടങ്ങളുണ്ട്. അത് നിങ്ങളെ ബുക്കിലുണ്ട്, അത് വായിക്കുക. അടുത്ത ചാപ്റ്ററിലേക്ക് അടുത്ത ക്ലാസ്സിൽ പോവുകയാണ്. ന്യായാസനത്തിൻ്റെ മുമ്പാകെ അവിടെ ശോധന ചെയ്തിട്ട് അവിടെ ചിലതൊക്കെ നഷ്ടപ്പെടുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് 5 കിരീടങ്ങൾ കൊടുത്തു. 1 വാടാത്ത കിരീടം, 2 പ്രശംസാ കിരീടം, 1 നീതിയുടെ കിരീടം, 4 ജീവകിരീടം, 5 തേജസ്സിൻ്റെ കിരീടം. വളരെ വിശദമായിട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്.